ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാറ്റ് എൻട്രൻസ് 2025 നാലാമത്തെ വീഡിയോ ആണ്. അതായത് MCA എൻട്രൻസിനും MSc മാത്തമാറ്റിക്സ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്ന ക്രാഷ് കോഴ്സിന്റെ എൻട്രൻസിന്റെ നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു സീരീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എക്സാം എടുക്കാറായി. അപ്പൊ നമുക്കറിയാം, സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നോട്ടിഫിക്കേഷൻ അതുപോലെ പ്രോസ്പെക്ടസിൽ നമ്മൾ സിലബസ് നോക്കുന്ന സമയത്ത് സിലബസിൽ കൃത്യമായിട്ട് ഒരു സിലബസ് ആയിട്ട് കൊടുത്തില്ല. നമ്മൾ മറ്റുള്ള എക്സാമിനൊക്കെ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സിലബസ് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല, പ്രോസ്പെക്ടസിലൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സിലബസ് കാണാൻ പറ്റില്ല. അതിന് പകരം കൊടുത്തിരിക്കുന്നത് MCA എൻട്രൻസിനാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് സബ്സിഡറി മാത്തമാറ്റിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സബ്സിഡറി മാത്തമാറ്റിക്സ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സബ്സിഡറി മാത്തമാറ്റിക്സ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് 10th, +1, +2 ടോപ്പിക്കുകളിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് കാണുന്നുണ്ട്. അതുപോലെ എന്താണ്, ഡിഗ്രി ലെവലിൽ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സിൽ, സബ്സിഡറി മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന 4 സെമസ്റ്ററിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ BSc മാത്സിന്റെ, അതായത് BSc മാത്സ് കഴിഞ്ഞ കുട്ടികൾ MSc മാത്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ സിലബസ് കൊടുക്കുമ്പോഴും എന്താ പറയുന്നത്, ഡിഗ്രി മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ്, മെയിൻ മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ്, ഗ്രാജുവേറ്റ് ലെവൽ മാത്തമാറ്റിക്സ് ആണ്. അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, SLC, അതുപോലെ എന്താണ് +1, +2, അതുപോലെ ഡിഗ്രി BSc മാത്സിന്റെ സിലബസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോഴും അതേപോലെയാണ്. അതുപോലെ എന്താണ്, കമ്പ്യൂട്ടർ സയൻസ് ആയാലും അത് ലെവലിലാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ചില ഭാഗങ്ങളുണ്ട്. കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് വെച്ചാൽ 10th ലെവൽ മാത്തമാറ്റിക്സ്, അതുപോലെ എന്താണ് +1, +2 ലെവൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ ചെയ്യുന്നത് +1ൽ മാത്തമാറ്റിക്സിൽ നമ്മൾ എന്തൊക്കെ തിയറി ഭാഗങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പോവാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ +1ലെ ടോപ്പിക്കുകൾ മുഴുവൻ കവർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുക്കും. നമുക്ക് സമയമില്ല നമ്മുടെ കയ്യിൽ. ഇനി 10th എക്സാം വരുന്ന സമയത്ത് നമുക്ക് അത്രയും സമയം മാത്രമേ ഉള്ളൂ. ഇന്ന് 25 ആയി. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് +1 ക്ലാസ്സിൽ വരുന്ന മാത്തമാറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളും അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ കാറ്റ് എൻട്രൻസിൽ 2025 ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ +1ലേക്ക് വരുമ്പോൾ +1 മാത്തമാറ്റിക്സ്, +1 സയൻസ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിൽ +1ലും +2ലായിട്ട് മാത്തമാറ്റിക്സിന്റെ പേപ്പറുകൾ പഠിക്കുന്നുണ്ട്. +1ൽ നമ്മൾ പഠിക്കുന്നത്, +1ലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സെറ്റ് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതായത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് കുട്ടികൾ. ഓക്കെ, അപ്പൊ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സെറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്, ഒരു സെറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെയാണ് എന്ത് ചെയ്യുക, സെറ്റ്സ് എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെറ്റിന് 2 തരത്തിലുള്ള റെപ്രസെന്റേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് എന്ന് പറയുന്നത് റോസ്റ്റർ ഫോം ആണ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റുകളെ നമ്മൾ കോമ ഇട്ടിട്ട് അതിനകത്ത് എഴുതുന്നതിനാണ് റോസ്റ്റർ ഫോം. ഒരു സെറ്റിന്റെ നൊട്ടേഷൻ നമ്മൾ പറയുന്ന സമയത്ത് ആ നൊട്ടേഷനിൽ എന്ത് ചെയ്യാണ്, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബ്രേസിനകത്താണ് റെപ്രസെന്റ് ചെയ്യുക. ബ്രേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മളൊരു ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3 കോമ ഇട്ടിട്ട് എഴുതുകയാണെങ്കിൽ ഇതൊരു സെറ്റാണ്. അപ്പൊ എലമെന്റ്സുകളെ കോമ ഇട്ടിട്ട് 1, 2, 3 ആവുന്നില്ല, ABC ആവുക, എന്താണോ പറയുന്നത് അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിനകത്ത് കോമ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇനിയുള്ളത് സെറ്റ് ബിൽഡർ ഫോം ആണ്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എക്സാമ്പിൾ കാണിക്കാം. സെറ്റ് ബിൽഡർ ഫോം നമ്മൾ സാധാരണ എഴുതുന്ന ഒരു ഫോർമാറ്റിൽ set of all x such that x is a natural number, between 3 and 9 എന്ന് പറയും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതൊരു സെറ്റ് ബിൽഡർ ഫോം ആണ്. ഇതിന്റെ റോസ്റ്റർ ഫോം ഉണ്ട്. ഇതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ 3യും 9 ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 4, 5, 6, 7, 8. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ടത്, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 നൊട്ടേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ബിൽഡർ ഫോം. രണ്ടാമത്തെ എന്താണ്, റോസ്റ്റർ ഫോം ആണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെറ്റ് ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാറുണ്ട്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഫൈനൈറ്റ് ആണ്. നമുക്ക് കൃത്യമായിട്ട് എണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ, എണ്ണാൻ പറ്റുന്ന രീതിയിലാണ് എലമെന്റ്സുകൾ ഉള്ളതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും,
ഫൈനൈറ്റ് എന്ന് പറയും. അതുപോലെ എന്താണ് ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി എടുക്കാൻ പറ്റാത്ത അത്രയും ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഇൻഫൈനൈറ്റ്. അപ്പൊ സെറ്റ് 1 2 3 എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് അല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് എണ്ണീറ്റ് പറയാൻ പറ്റില്ല, എത്ര ആളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നൊട്ടേഷൻ. പിന്നെ അവിടെ സാധാരണ സെറ്റിന്റെ ഭാഗത്ത് സാധാരണ കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്നതാണ് എന്താണ്, ഒരു സെറ്റ് തന്നിട്ട് ഇപ്പൊ 1 2 എന്താണ്, ഇപ്പോ സെറ്റ് എ, അതുപോലെ എന്താണ് സെറ്റ് 1,2 ഇങ്ങനെയൊരു സെറ്റ് തന്നിട്ട് ഈ സെറ്റിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇപ്പൊ നമ്മളോട് പറയും എന്താണ് ഇതില് വിച്ച് വൺ ഈസ് കറക്റ്റ് എന്ന് ചോദിക്കും. ഇപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നതാണ് സെറ്റ് എ എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ്, അതിപ്പോ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ എന്താണ്, എലമെന്റ്സ് ആണ്. സെറ്റിനകത്താണെങ്കിൽ എലമെന്റ്സ് ആണ്. സബ്സെറ്റ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് വേണം, അതിന്റെ പുറത്ത് വീണ്ടും ഒരു സെറ്റ് സിമ്പൽ ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യൂ, സബ്സെറ്റ് ആണ്. ഇത് തെറ്റാണ്. ഓക്കെ, അതുപോലെ ചിലപ്പോൾ എന്ത് കൊടുക്കും, ഇത് ശരിക്കും എഴുതേണ്ടത് ഇങ്ങനെയാണ്, സെറ്റ് എ എന്ന് പറയുന്നത് ഇസ് എലമെന്റ് ഓഫ് എ എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇനി ഇത് സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എങ്ങനെ എഴുതണം, ഇങ്ങനെ എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയാ, സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ രീതിയിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് മനസ്സിലാക്കണം. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ വരാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സെറ്റിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പവർ സെറ്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ്. പവർ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് മുന്നേ സബ്സെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. അപ്പൊ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എ കോമ ബി കോമ സി ആണെങ്കിൽ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഞാൻ ബി എന്ന് പറയുന്ന കാര്യം പറഞ്ഞു, എന്ത് ചെയ്യാണ് ബി കോമ സി, ഇതെന്താണ് ഇതിന്റെ ഒരു സബ്സെറ്റ്. ഇതൊരു സെറ്റ് വേറൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും എന്ത് ഉണ്ടായിരിക്കണം, ആ വലിയ സെറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, സബ്സെറ്റ്. അതൊന്നല്ല നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു സെറ്റില് എ എന്ന് പറയുന്ന സെറ്റില് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, പവർ സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് സബ്സെറ്റ്. ഓക്കെ, അതായത് ഇതിനെയാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പവർ സെറ്റ് എന്താണെന്ന്, പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റിനെയാണ് നമ്മൾ എന്താ പറയാ പവർ സെറ്റ് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ എന്നാണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക പോസിബിൾ സബ്സെറ്റ്. അപ്പൊ ഈ പവർ സെറ്റിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പവർ സെറ്റിനകത്ത് ഇതിന്റെ എല്ലാ സബ്സെറ്റുകളും വരും, അഡീഷണലി 2 ആൾക്കാരും കൂടി വരും. ഒന്ന് നിങ്ങൾ ഓർക്കേണ്ടത് എം ടി സെറ്റ് എന്താണ്, എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. പിന്നെ അതുപോലെ ഈ ഫുൾ സെറ്റ് എ കോമ ബി കോമ സി എന്ന് പറഞ്ഞാലും എന്താണ്, ഇതിന്റെ സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചോദിക്കാറുണ്ട്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പവർ സെറ്റില് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ പവർ സെറ്റ്, അതായത് എൻ ഓഫ് പി ഓഫ് എ എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെറ്റില് എം എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഒരു സെറ്റിൽ എം എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റില് 2m എലമെന്റ്സ് ഉണ്ട്. അതിന്റെ പവർ സെറ്റില് 2m എലമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ 3 എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ n ഓഫ് പി ഓഫ് എ എന്ന് പറയുന്നത് ഈ സെറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ എടുത്ത് പറയുന്നതെങ്കിൽ അതിൽ എത്ര എലമെന്റ് ഉണ്ടാവും, 2 എലമെന്റ്സ്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സബ്സെറ്റ് ആവുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയാ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആര് പ്രോപ്പർ സബ്സെറ്റ് അല്ലെങ്കിൽ അതിന് ഈക്വൽ ആണ്, ആ ഫുൾ സെറ്റ് എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ്. അത് ഏതിൽ വരുന്നുണ്ട്, പവർ സെറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമ്പർ ഓഫ് പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്നാണ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ 2m ആണ്. ഓക്കെ, m എലമെന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് 2m ആണ്. അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് 2m മൈനസ് 1 എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത് നമ്മള്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് സബ്സെറ്റിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കും. പിന്നെയുള്ളത് യൂണിയൻ ആണ്. ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കണം. എന്ത് ചെയ്യാണ്, സെറ്റിന്റെ ഓപ്പറേഷൻസ് നമ്മൾ പഠിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് വെൻ ഡയഗ്രം എന്ന് പറയുന്ന ഭാഗം എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് 2 സെറ്റുകൾ തന്നു കഴിഞ്ഞാൽ എ യൂണിയൻ ബി എന്താണെന്ന് മനസ്സിലാക്കി സിമ്പിള് വെച്ച് മനസ്സിലാക്കിയാൽ മതി. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ ആണ്, 2 സെറ്റുകളുടെ ഇടയിലുള്ള ഓപ്പറേഷൻ. അതിൽ എന്താ വരിക, എയിലും ബിയിലുള്ള മുഴുവൻ ആൾക്കാരെയും നമ്മളൊരു സെറ്റിനകത്ത് എഴുതുന്നതാണ് എ യൂണിയൻ ബി. അതായത് ഈ ഭാഗവും ഇതും കൂടിയിട്ട് മൊത്തമായിട്ട് വരുന്നതിനാണ് നമ്മൾ എന്താ പറയാ എ യൂണിയൻ ബി എന്ന് പറയാം. ഇനി അടുത്തൊരു ഓപ്പറേഷൻ ഉണ്ട് എ ഇന്റർസെക്ഷൻ. ഇത് പലർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, കാരണം സമയം കളയരുത്. പക്ഷെ അറിയില്ലെങ്കിൽ ഇതാണ് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗം, അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരും. കഴിഞ്ഞ വർഷത്തെ MCA എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് തന്നിട്ട്, അതായത് സെറ്റ് എ എന്ന് പറയുന്നത് 1 2 3 എന്ന് തന്നു, ബി എന്ന് പറയുന്നത് തന്നു എന്താണ് 3
4, 5 എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസെപ്റ്റ് അവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എയിലും ബിയിലും ഉള്ള ആൾക്കാരെ കോമൺ ആയിട്ട് എഴുതും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെറ്റിനകത്ത് എന്ത് ചെയ്യില്ല, ഒരാളെ 2 തവണ എഴുതില്ല. ഇവിടെ വരുന്നത് എന്താണ് 1, 2, 3 വരും. 3നെ വീണ്ടും എഴുതേണ്ട, 4, 5. ഇതാണ് എന്ത് സെറ്റിന്റെ യൂണിയൻ. അതുപോലെ ഇന്റർസെക്ഷനും ചോദിക്കാം. ഇന്റർസെക്ഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ 2 സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 3 ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരും? സെറ്റ് 3 ആണ് എന്ത് ചെയ്യാം? എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഈ ഭാഗമാണ് എന്ത് വരുന്നത്? ഇവിടെ നമ്മുടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഭാഗമായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? ഡിഫറൻസ് ആണ്. 2 സെറ്റുകളുടെ ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ് ഡിഫറൻസ്. എ ഡിഫറൻസ്, ഒരു മൈനസ് എന്ന് പറയാറുണ്ട്. എ ഡിഫറൻസ് ബി, ഇങ്ങനെയും സിമ്പിൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയും ഉപയോഗിക്കാറുണ്ട്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. രണ്ടും സെയിം ആണ്. ഓക്കെ, എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞാല് ഇതിന്റെ മീനിങ് എങ്ങനെയാണ്? എലമെന്റ്സ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി എന്നാണ്. ഓക്കെ, എലമെന്റ്സ് ഇൻ എ നോട്ട് ഇൻ ബി എന്നാണ് പറയുന്നത്. എലമെന്റ്സ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലമെന്റ്സ് ഇൻ എ എന്ന് പറഞ്ഞാൽ എയില് മാത്രമുള്ള ഭാഗം, എയുടെ സ്വന്തമായിട്ട് ഉള്ള എയുടെ ഭാഗത്തിനെയാണ് എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത്. അപ്പൊ ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഇൻ ബി ബട്ട് നോട്ട് ഇൻ എ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഭാഗത്തിനെയാണ് എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത്. ബി ഡിഫറൻസ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? എ ഡിഫറൻസ് ബി എന്ന് പറഞ്ഞിട്ട് കാണുകയാണെങ്കിൽ എലമെന്റ്സ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി എന്നാണ്. അപ്പൊ ഇവിടുന്ന് ഇതിന്റെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 1 ഉം 2 ആണ്. എയില് മാത്രമുള്ളത് 1 ഉം 2 ആണ്. കാരണം 3 അല്ലേ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്. അതുപോലെ എന്താണ് ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബി ഡിഫറൻസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് എന്താ? എലമെന്റ്സ് ഇൻ ബി, ബിയിലുള്ള എലമെന്റ്സ് പക്ഷെ എയിൽ ഇല്ലാത്തത്. അപ്പൊ ആരാ വരിക? 4, ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷത്തെ MC എൻട്രൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്? എ യൂണിയൻ ബി കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ 2024 ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ. നിങ്ങൾ വിചാരിക്കരുത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയുന്നത്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്നുണ്ട്, MC എൻട്രൻസിന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്. ഇനി നിങ്ങളിവിടെ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എന്ത് ചെയ്യാണ്? 2 പേർക്കും, എല്ലാ ആൾക്കാർക്കും വരും. അതായത് MSc എൻട്രൻസ് ചെയ്യുന്നവർക്കും MC എൻട്രൻസ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ ഇവിടെ നോക്കുക, എ യൂണിയൻ ബി എന്ന് പറയുന്നത്, ഇത് നമ്മൾ പ്രോബബിലിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് വീണ്ടും പറയും. എ യൂണിയൻ ബി എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ ഡിഫറൻസ് ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ഡിഫറൻസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എന്താണ്? ബി ഡിഫറൻസ് എ ആണ്. ഇവരെ 3 പേര്, അതായത് ഇത് പ്ലസ് ഇതാണ് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ യൂണിയൻ ബി ആണ് ഫുൾ ആയിട്ട് കിട്ടുന്നത്. ഓർക്കണം, അപ്പൊ നമുക്ക് എന്ത് വരും? N ഓഫ് എ യൂണിയൻ ബി. ഇത് ടെക്സ്റ്റ് ബുക്കിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, +2 ടെക്സ്റ്റ് ബുക്കിലൊന്നും ഈ ഫോർമുലകൾ പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കാം? ഇതിന്റെ എന്താണ്? എ യൂണിയൻ ബിയിലുള്ള ടോട്ടൽ ആൾക്കാരുടെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? N ഓഫ് എ ഡിഫറൻസ് ബി പ്ലസ് N ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? പ്ലസ് N ഓഫ് ബി ഡിഫറൻസ് എ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ക്വാണ്ടിറ്റി ഇത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രോബബിലിറ്റിയുടെ ഭാഗത്തൊക്കെ പലപ്പോഴും എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ +1 എന്ന് പഠിക്കേണ്ടു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. +1 ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. +1 രണ്ടാമത്തെ ചാപ്റ്റർ ആണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നുണ്ട്. എന്തുണ്ട്? റിലേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ തൊട്ട് മുന്നേ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് എ എന്ന് പറയുന്നത് 1,2 എന്ന് തന്നു, ബി എന്ന് പറയുന്നത് സെറ്റ് 3,4 തന്നു കഴിഞ്ഞാല് എ ക്രോസ് ബിനെയാണ് നമ്മൾ എന്ത് പറയാ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നാണ്. വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് ഓർഡേർഡ് പേരാണ് ഉണ്ടാവുക. ആദ്യം എന്ത് ചെയ്യാം? 1,3 വരും. പിന്നെ ആരാണ്? 1,4 വരും. പിന്നെ ആരാണ്? 2,3 വരും. പിന്നെ ആരാണ്? 2,4 വരും. ഓക്കെ, ഇതാണ് എന്ത്? എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ആള് ഇത് 2 വരും. അപ്പൊ 2 ആളുണ്ടാവും. ഇനി രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും? ഇതിലുള്ള 2 ആളുമായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാണ്? 2 എലമെന്റ്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ 3 പേരുണ്ട് നിങ്ങൾക്ക്. അപ്പൊ എന്ത് വരും? ഒന്നാമത്തെ ആളുമായിട്ട് 3 എണ്ണം. അപ്പൊ 3 എണ്ണമായി. രണ്ടാമത്തെ ആളായിട്ട് എന്ത് ചെയ്യാൻ? അപ്പൊ എന്ത് ചെയ്യാ? 2 × 3 അങ്ങനെ വരും. അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ എന്ന് പറയുന്ന സെറ്റിൽ N ഓഫ് എ എന്നാണ് പറയാ. N ഓഫ് എ എന്ന് പറയുന്ന സെറ്റില് P എലമെന്റ്സും N ഓഫ് ബി എന്ന് പറയുന്ന സെറ്റില്
Q എലമെന്റ്സും ആണെന്നുണ്ടെങ്കിൽ N of A cross B ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. NCERT എൻട്രൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, P into Q എലമെന്റ്സ് ആണ് ഉണ്ടാവും. ഇവിടെ 2 ആണെങ്കിൽ A cross B യിൽ 2 എലമെന്റ്സ്, ഇവിടെ 2 ഇവിടെ 3 ആണെങ്കിൽ A cross B യിൽ 6 എലമെന്റ്സ്. അപ്പോൾ N of A എന്ന് പറയുന്ന സെറ്റിൽ P യും B എന്ന് പറയുന്ന സെറ്റിൽ എന്താണ് Q എലമെന്റ്സ് ആണെങ്കിൽ N of A cross B യിൽ ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കാം, N of A cross A എന്ന് പറഞ്ഞാൽ A cross A എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, A അതുപോലെ ഇവിടെ എഴുതും. അപ്പൊ ഒരു 1,1 1,2 2,1 2,2 ഉണ്ട്. ഓക്കെ, ഇത് എല്ലാവരും പറയുന്നതാണ്. അപ്പൊ A cross A യിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? P² എലമെന്റ്സ് ആണെങ്കിൽ P എലമെന്റ്സ് ആണെങ്കിൽ A തന്നെ P എലമെന്റ്സ് തന്നെയാണ്. അപ്പൊ P into P എന്ന് പറയുന്നത് P² എലമെന്റ്സ് ആണ്. ഇനി ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും എയില് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് A cross B എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഏതൊരു സബ്സെറ്റും എന്താണ് എന്ന് ബിയിലേക്കുള്ള റിലേഷനാണ്. അതുപോലെ A cross Aയുടെ ഏത് സബ്സെറ്റും എന്താണ് എന്ന് എയിലേക്കുള്ള റിലേഷനാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിലേഷൻ. ഡെഫിനിഷൻ ഒന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. അവിടെ നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, ഇവിടെ എപ്പോഴും എയില് P എലമെന്റ്സും ബിയിൽ Q എലമെന്റ്സ് ഉണ്ടെങ്കിൽ N of A cross B യിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? P into Q എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ സെറ്റ് P of A cross B N of P of A cross B എന്ന് പറഞ്ഞാൽ എന്താ? P of A cross B എന്ന് പറഞ്ഞാൽ A cross B യുടെ സബ്സെറ്റുകളൊക്കെ എന്താണ് റിലേഷൻ ആണ്. അപ്പൊ P of A cross B എന്ന് പറഞ്ഞാൽ എന്താ? A cross B യുടെ പവർ സെറ്റ്, അതിന്റെ പോസിബിൾ ആയ എല്ലാ സബ്സെറ്റുകളും അതൊക്കെ എന്താണ് റിലേഷൻ ആണ്. അപ്പൊ അത് എത്രയെണ്ണം ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാല് എത്രയും ഉണ്ടാവും? 2 raised to P into Q ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലർക്കും കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. എന്താണ് എയില് P എലമെന്റ്സ്, ബിയിൽ എന്താണ് Q എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ A cross B യിൽ എന്തുണ്ടാവും? P into Q എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ എന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പവർ സെറ്റിലുള്ള എലമെന്റ്സിന്റെ കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. 2 raised to P into Q എന്നാണ് വരിക. അതുപോലെ എന് എയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട് എന്ന് ചോദിച്ചാൽ എന്താ? 2 raised to P² ആണ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത്. റിലേഷനും ഫംഗ്ഷനും പറയുമ്പോൾ അവിടെ ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്താണ് ഒരു റിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് റിലേഷൻ R എന്ന് പറയുന്നത് എന്ന് ബിയിലേക്കാണെങ്കിൽ എനെ നമ്മൾ എന്ത് പറയും? ഡൊമെയിൻ എന്ന് പറയും. ബിയിലെ നമ്മൾ എന്ത് പറയും? കോഡൊമെയിൻ. ഇനി എന്തുണ്ട്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? എയിലുള്ള എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം? ബിയിൽ ഇമേജ് ഉണ്ടാവണം. അതുപോലെ ഒരാൾക്ക് എന്തുണ്ടാവാൻ പാടില്ല? രണ്ടെണ്ണം ഉണ്ടാവുന്നതാണ്. എവരി എലമെന്റ് ഓഫ് A has one and only one image in B യിലാണ് എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യാറ്? ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ടു പഠിക്കേണ്ടു. തിയറി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കണമെന്ന് ജസ്റ്റ് ഇത്രയെങ്കിലും എന്തുണ്ടാവണം? മിനിമം അറിയണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാം? ഭാഗങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ ചോദിച്ചിട്ട് കാണാറുണ്ട്. നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ MCയുടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. MSCയുടെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ കാര്യങ്ങൾ വിട്ടുപോകരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് +1 തേർഡ് ചാപ്റ്റർ ആണ്, ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ഫോർമുലകളുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ വരാൻ സാധ്യതയുള്ള ഫോർമുലാസ് ആണ് നമ്മൾ പറയുന്നത്. അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന സ്ഥലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റേഡിയനും ആൻഡ് ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കുക. റേഡിയനും ഡിഗ്രിയും കേട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ഒരു എന്താണ് സർക്കിൾ എടുത്തു കഴിഞ്ഞാല് ഒരു സർക്കിൾ എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ 1 യൂണിറ്റ് ഉള്ളൊരു സർക്കിൾ 1 യൂണിറ്റ് ഉള്ളൊരു സർക്കിൾ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയി. ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രി ആണ്. അതായത് ടോട്ടൽ ഇതിന് എന്താ 360 ഈക്വൽ ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടീഷൻ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും? 1 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഇതിനെ നമ്മള് ആർക്ക് ലെങ്ത് എന്നാണ് പറയുന്നത്. ഇതിനെ ആർക്ക് ലെങ്ത്. ഇതിനെ നമ്മൾ എന്താ പറയാ? ആംഗിൾ എന്ന് പറയും. അതായത് തീറ്റ എന്ന് പറയാം. ഇതിനെ എന്ത് ചെയ്യാം? റേഡിയസ്. ഓക്കെ, അപ്പൊ നമ്മള് സാധാരണ എന്ത് പറയാറുണ്ട്? കോണളവ് അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്നത്, അതായത് തീറ്റ ഡിഗ്രി എന്ന് പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ആർക്ക് ലെങ്ത് ബൈ എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത്. ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പൊ 1 യൂണിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് വരുന്ന അപ്പൊ 1 യൂണിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രിയാണ് ഇവിടെയുള്ള
ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ഇനി നമ്മൾ ഈ മൊത്തം, അതായത് ഈ മൊത്തം ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 360 ഡിഗ്രി ആണ്. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്? 1 ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ, ഈ ടോട്ടൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ടോട്ടൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ വരിക? പെരിമീറ്റർ ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ആംഗിൾ എടുക്കുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ ആർക്ക് ലെങ്ത് ആയിട്ട് വരിക. അതായത് തീറ്റ എന്ന് പറയുമ്പോൾ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇനി ഇത് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് 360 എടുക്കുകയാണെങ്കിൽ, ഈ മൊത്തം ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഈ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ എന്ത് വരും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ആ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ് വരിക. അത് നമുക്ക് അറിയാം എന്താണ്. അപ്പൊ ഇത് വരും 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 2π റേഡിയൻ. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് 2π. ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം എൻട്രൻസ് എക്സാമിന് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പൊ എന്താണ്? 360 ഡിഗ്രി ഈക്വൽ ടു 2π റേഡിയൻ. ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലായി, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, കാരണം കൺവേർഷൻ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്? ഇവിടെ 1 ഡിഗ്രി കാണണമെങ്കിൽ എന്ത് വരും? 2π ഡിവൈഡ് ബൈ എന്താണ്? 360 ഡിഗ്രി. അതുകൊണ്ട് ഇത് കാണാതെ ഒന്നും പഠിക്കണ്ട. പലരും ഈ ഫോമുല കാണാതെ പഠിക്കുക. കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത്ര വരും, 2π ബൈ 360. ഇനി നിങ്ങൾക്ക് എത്ര ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയുള്ള റേഡിയൻ മെഷർ കാണാൻ പാടില്ല. 360 ഡിഗ്രി അല്ല, 360. 1 ഡിഗ്രി പുറത്തേക്ക് പോയി 360, 2π ഡിവൈഡ് ബൈ 360. അപ്പൊ നിങ്ങളോട് ഇപ്പൊ 60 ഡിഗ്രി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് എന്ത് ചെയ്യുക? 60 ഡിഗ്രിയോ. അപ്പൊ അതേ സാധനം എന്ത് ചെയ്യാം? ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യാം? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കും. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഫോമിലി ആയിട്ടൊന്നും പഠിക്കണേ, ബെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് റേഡിയൻ 1 റേഡിയൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? 1 റേഡിയൻ ഈസ് ഈക്വൽ ടു, ഓക്കെ, 1 റേഡിയൻ ഈസ് ഈക്വൽ ടു എന്താണ്? 1 റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 360 ഡിഗ്രി അല്ലെ, 360 ഡിവൈഡ് ബൈ എന്ത് വരും? 2π. ഓക്കെ, അപ്പൊ എന്ത് വരും? 360 ഡിഗ്രി ഡിവൈഡ് ബൈ 2π. അപ്പൊ ഇനി എന്താണ്? നിങ്ങളോട് എന്താണ് എത്രയെങ്കിലും റേഡിയൻ 5 റേഡിയൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതിനെ 5 കൊണ്ട് പറയും. ഓക്കെ, അപ്പൊ 5 റേഡിയൻ കാണാൻ പറഞ്ഞാൽ 5 റേഡിയൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 റേഡിയൻ ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ എന്താണ്? 2π ഇൻറ്റു എന്താണ്? 5. കാരണം ഈ ഭാഗത്ത് 5 കൊണ്ട് വേണ്ടിയിട്ട് ആ സൈഡ് എന്ത് ചെയ്താണ്? 5 കൊണ്ട്. ഇതാണ് എന്ത്? റേഡിയന് ഡിഗ്രിയിലേക്കും ഡിഗ്രിയിൽ നിന്ന് റേഡിയയിലേക്കുള്ള കൺവേർഷൻ നമുക്ക് എന്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി പൈയുടെ വാല്യൂ നിങ്ങൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ 22/7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡീൽ ചെയ്യാൻ പറ്റും. 22/7 എടുക്കാം, 3.14 കൊടുക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് ട്രിഗ്നോമെട്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മള് ഒരു 4 ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾ സ്റ്റുഡന്റ് ടേക്ക് കോപ്പി എന്ന് പറയാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗ്നോമെട്രി ഫംഗ്ഷനും പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിലെ സൈനും എന്ത് ചെയ്യാണ്? കൊസൈനും പോസിറ്റീവ്, ഇവിടെ ടാനും കോട്ടും പോസിറ്റീവ്, ഇവിടെ കോട്ടും കോസും സീക്കും പോസിറ്റീവ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കോസ് എക്സിന്റെ ഒരു വാല്യൂ തരും. എന്ത് ചെയ്യാണ്? 5/4 മറ്റൊരു 5/4 അല്ല 4/5, അതിനേക്കാൾ കൂടുതൽ വരിക 4/5 എന്ന് പറയും. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയും അല്ലെങ്കിൽ എന്ത് ചെയ്യാം? -4/5 എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്ത് പറയും? ഇതിന്റെ ബാക്കിയുള്ള ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ വേറെ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് പറഞ്ഞത്. ഇന്ന ക്വാഡ്രന്റിലുള്ള വാല്യൂ ആണിത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് കാണാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ത് ചെയ്യാൻ കഴിയും? വളരെ സിമ്പിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ആംഗിൾ. ഓക്കെ, ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കണ്ടുപിടിച്ചാൽ ഏത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് കൊണ്ട് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. കാരണം സൈന് പറയാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ഇതെന്തായിരിക്കും? 3 ആയിരിക്കും. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ടാന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. കാരണം ഇത് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ആണ്. അത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നുള്ള സിമ്പിൾ ആണ്. അപ്പോൾ ഈ ഭാഗത്ത് ഈ മെഷർ എന്തായിരിക്കും? -4 ആണ്. പക്ഷേ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ആണ്. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യണം? ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത് ഏത് ക്വാഡ്രന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കുക, ആംഗിൾ എടുക്കുക, തന്നിരിക്കുന്ന വാല്യൂസ് എന്ത് ചെയ്യുക? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ്. ഇനി സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ്. ബാക്കിയുള്ള ട്രിഗ്നോമെട്രി റേഷ്യോസ് എന്താണ്? സീക്ക്, കൊസീക്ക്, കോട്ട്. ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 3 കിട്ടി കഴിഞ്ഞാൽ sin x പറയാൻ വേണ്ടിയിട്ട് പറ്റും. sin x എത്രയാണ്? 3/5 പറയാം.
ടാൻ എക്സ് എത്രയാണെന്ന് പറയാൻ പറ്റും? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ്, അപ്പൊ മൈനസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്ത് വരും? മൈനസ് 4 ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് 3/, എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് കഴിഞ്ഞാൽ ആരെ കിട്ടും? കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ കൺസെപ്റ്റ് നമ്മൾ ഇതിലായിരുന്നു മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മള് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ 3 ഐഡന്റിറ്റി നമ്മൾ പഠിക്കണം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 1. ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ എപ്പോഴും പഠിക്കും. ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ചിലപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ബാക്കി 2 ഐഡന്റിറ്റീസ് എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് ചെയ്താൽ മതി? ആദ്യം എന്ത് ചെയ്യാം? സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. സൈൻ സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 1 വരും. ഇവിടെ സൈൻ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരാം? കോസ് സ്ക്വയർ എക്സ് ഉണ്ട് അല്ലേ? കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോസ് ആണ്, കോട്ടാണ്. ഇവിടെ എന്ത് വരും? ഈ സൈഡ് എന്ത് വരും? 1 ബൈ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? കൊസീക്ക് സ്ക്വയർ എക്സ്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇനി എന്ത് ചെയ്യാം? രണ്ടാമത് ആരെ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് ആരാ? സൈൻ സ്ക്വയർ എക്സ്. ഇനി ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? കോസ് സ്ക്വയർ എക്സ് കൊണ്ട് എന്ത് ചെയ്യാൻ? കോസ് സ്ക്വയർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെ എന്ത് വരും? ടാൻ സ്ക്വയർ എക്സ് പ്ലസ് എന്ത് വരും? 1. ഇവിടെ 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വരും 6 സ്ക്വയർ എക്സ്. ഇതാണ് എന്ത്? ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തത് കോസ് 2x എന്ന് പറയുന്ന ഫോർമുല. കോസ് 2x എന്ന് പറഞ്ഞാൽ 3 ഫോർമുലകൾ 4 എണ്ണം ഉണ്ട്. 3 എണ്ണം പലർക്കും അറിയുന്നുണ്ടാവും. ഒന്ന് കോസ് സ്ക്വയർ എക്സ് മൈനസ് എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ആണ്. പിന്നെയുള്ളത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. അടുത്തത് എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ്, ഇത് 3 ആർക്ക് ഈക്വൽ ആണ്? കോസ് 2x ഈക്വൽ ആണ്. ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാറുണ്ട്? ഈ വാല്യൂ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് എടുക്കാറുണ്ട്. 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് എടുക്കാറുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഈ ഫോർമുല ഇപ്പുറത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ ഡെറൈവ് ചെയ്യുന്ന 2 ഫോർമുലകൾ എന്താണ്? 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് ആണ്. അതുപോലെ 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫോർമുലയും കൂടി ഉണ്ട്. cos 2x ഒരു ഫോർമുലയും കൂടി നമ്മൾ എന്ത് ചെയ്യാം? cos 2x is equal to 1 minus tan square x by 1 plus tan square x എന്ന് പറയുന്നത്. 1 minus tan square x by 1 plus tan square x എന്ന് പറയുന്നത്. ഇതേപോലെ sin 2x വരുമ്പോൾ ഒരു ഫോർമുലയേ ഉള്ളൂ. sin 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ്. 2 sin x cos x ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് tan നുള്ള ഒരു ഫോർമുല ഉണ്ട്. 2 tan x by 1 plus tan square x. 1 plus tan square x എന്ന് പറയുന്ന ഫോർമുല എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാറുണ്ട്. ഇനി അതുപോലെ tan 2x എന്ന് പറയുന്നതിന് ഒരു ഫോർമുല ഉണ്ട്. tan 2x എന്ന് പറയുന്നത് 2 tan x by 1 minus tan x. 2 tan x 1 minus tan x. വ്യത്യാസം നോക്കണം. ടാൻ വരുമ്പോൾ മൈനസ് ആണ്, സൈൻ വരുമ്പോൾ എന്താണ്? ഇവിടെ പ്ലസ് ആണ്. ആ വ്യത്യാസം മാത്രം എന്ത് ചെയ്യാം? മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ എന്തുണ്ട്? ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാന് എക്സ് പ്ലസ് ടാന് വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇത് നമ്മൾ അറിയേണ്ട ഫോർമുലയാണ്. അതുപോലെ ഇവിടെ മൈനസ് വരുമ്പോ ഇവിടെ മൈനസ് വരും, ഇവിടെ എന്ത് വരും? അങ്ങനെയേ പഠിക്കാൻ പാടുള്ളൂ. രണ്ടും വേറെ വേറെ പഠിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഇവിടെ ടാൻ എക്സ് മൈനസ് വൈ എന്നാണെങ്കിൽ ഇവിടെ മൈനസ് വരും, ഇവിടെ എന്താണ്? പ്ലസ് വരും. ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സൈൻ ഓഫ്, ഞാൻ ഒന്ന് മാത്രമേ പറയൂ. സൈൻ ഓഫ് π/2 മൈനസ് എക്സ്. സൈൻ ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ കോസ് എക്സ് ആണ്. അതുപോലെ എന്താണ്? കോസ് ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ എക്സ് ആണ്. π/2 മൈനസ് എക്സ്. ഓക്കെ. അതുപോലെ എന്ത് ചെയ്യും? ടാൻ ചെയ്യുന്ന സമയത്ത് ആരാ വരിക? കോട്ടാണ് വരിക. കൊസീക്ക് ചെയ്യുന്ന സമയത്ത് ആരാ വരിക? സീക്കാണ് വരിക. സീക്കിന്റെ ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ ആര് വരും? കൊസീക്ക് വരും. ഓക്കെ. അത്രയും നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഇനി അതേപോലെ എന്തുണ്ട്? സൈൻ ഓഫ് π മൈനസ് എക്സ്. ഇവിടെ ആരാ ഉള്ളത്? π/2. π/2 ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. സൈൻ വരുമ്പോൾ കോസ്,
കോസ് വരുമ്പോ സൈന്, ടാന് വരുമ്പോ എന്താണ് കോട്ട്, സീക്ക് വരുമ്പോ കൊസീക്ക്, കൊസീക്ക് വരുമ്പോ സീക്ക്. ഓക്കെ, ഇനി പൈ വരുമ്പോ ഒന്നുമില്ല, പൈ വരുമ്പോ ആര മാത്രമാണ്. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ആര വരണം? ഓൾ സ്റ്റുഡന്റ് ടേക്ക് കോഫി എന്ന് വരണം. പൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പൈ ബൈ 2 വരിക. അപ്പൊ ഇതൊക്കെ ഇവിടെ വരിക ഫസ്റ്റ് ക്വാഡ്രന്റ്, അതുകൊണ്ട് എല്ലാം പോസിറ്റീവ് ആണ്. ഇനി എന്ത് ചെയ്യാം? പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ വരിക സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. അപ്പൊ പൈ വരുമ്പോ എപ്പോഴും നമ്മൾ ആരെ തന്നെ എഴുതുക? സൈന് തന്നെ എഴുതുക. പൈ വരുമ്പോ എന്താണോ ഇവിടെ ഉണ്ടായിരുന്നത് അത് തന്നെ എഴുതുക. അപ്പൊ എന്താ വരിക? സൈൻ എക്സ് വരും. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ആര് പോസിറ്റീവാ? സൈൻ പോസിറ്റീവ്, അതുകൊണ്ട് പോസിറ്റീവ്. ഇനി കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? കോസ് എക്സ് നാല് എഴുതും, പൈ ആയതുകൊണ്ട് കോസ് എക്സ് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, കൂടെ എന്ത് ചെയ്യുക? മൈനസ്. ആ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും? ടാൻ ഓഫ് പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ടാൻ എക്സ് ആണ്. അപ്പൊ എന്ത് വരും? ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് എന്ത് വരും? മൈനസ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെയാണ് എന്ത് വരിക? 3π/2 മൈനസ് എക്സ്. ഇപ്പൊ എന്ത് വരും? ഇവിടെ ഞാൻ പറയാം സൈൻ ഓഫ് 3π/2 മൈനസ് എക്സ്. അപ്പൊ എന്ത് വരും? π/2. ഇതെന്താണ്? π/2ന്റെ ഈവൺ മൾട്ടിപ്ലൈ. π/2 × 2 എന്ന് പറഞ്ഞാലാണ് എന്ത് വരുന്നത്? പൈ വരും. ഇത് π/2 × 1. π/2ന്റെ ഓഡ് മൾട്ടിപ്ലൈ വരും. ഇത് π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. കാരണം എന്താ? π/2 × 1 ആണ് π/2. അപ്പൊ എന്ത് ചെയ്യാം? അതിന്റെ ഓപ്പോസിറ്റ് ഈവൺ മൾട്ടിപ്ലൈ വരുമ്പോ ആരാണ്? അത് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താണ്? വീണ്ടും ഓഡ് മൾട്ടിപ്പിൾ വന്നു. കാരണം എന്താ? π/2 × 3 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ നേരെ എഴുതേണ്ടത് ആരെയും ഓപ്പോസിറ്റ് ഇത് എഴുതിയ മൂവ് ചെയ്യും. പക്ഷെ എന്ത് നോക്കണം? ഇവിടെ സൈൻ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. സൈൻ ഇവിടെ എന്താ? ഇവിടെ ആരാ പോസിറ്റീവ് ഉള്ളൂ? ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ്, ബാക്കിയുടെ ഓക്കെ. ഞാൻ ഒറ്റൊന്ന് മാത്രമേ പറ്റൂ, ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ എന്ത് ചെയ്യാണ്? അടുത്തത് സൈൻ ഓഫ് ഇവിടെ ആരാ? 2π ആണ്. 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റിലാവില്ല? ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ 2π മൈനസ് എക്സ് ഇത് എത്രയാണ്? ആരുടെ മൾട്ടിപ്പിൾ വന്നു? അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി. π/2ന്റെ മൾട്ടിപ്പിൾ വരുമ്പോ എന്ത് ചെയ്യാണ്? ഓപ്പോസിറ്റ് വരും. പൈയുടെ മൾട്ടിപ്പിൾ വരുമ്പോ അതേ സാധനം. കൂടെ ആരാ നമ്മൾ എഴുതുക? സൈൻ ആണ്. ഓക്കെ, ഇനി സൈൻ നോക്കണം. സൈൻ അതിന്റെ ചിഹ്നം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ക്വാഡ്രന്റിൽ ആര് മാത്രം പോസിറ്റീവ്? കോസ് മാത്രം പോസിറ്റീവ്. അപ്പൊ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണ്. ഓക്കെ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മൾ എന്ത് ചെയ്യണം? മിനിമം അറിയണം. ഓക്കെ, മിനിമം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ അഡീഷണലി നോക്കേണ്ട ഒരു കാര്യം, അത് ഞാൻ നിങ്ങൾക്കൊരു വർക്കായിട്ട് തരുന്നു. എന്ത് ചെയ്യണം? ആ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. എന്താണ്? sin 3x ഉണ്ട്, cos 3x ഉണ്ട്, tan 3x ഉണ്ട്. ഈ മൂന്ന് ഫോർമുലകൾ എന്ത് ചെയ്യുക? കണ്ടെത്തി നോക്കുക. ഓക്കെ, എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. +1 ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് എന്തെങ്കിലും ചെയ്താൽ മതി. ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ എന്താ സ്ലൈഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആ ഫോർമുല ഇവിടെ പറയാത്തത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യാൻ തീരെ കിട്ടുന്നില്ലേ പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മൂന്നാമത്തെ ചാപ്റ്റർ. 16 ചാപ്റ്റർ ഉണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ. ചില ചാപ്റ്ററിൽ നമുക്ക് ഒന്നും എടുക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്കൊന്നും എടുക്കാനൊന്നുമില്ല. അതിനകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാനില്ല, ചെയ്യാനില്ല. ഓക്കെ, ഫോർമുലകളൊന്നും അതിനകത്ത് എടുക്കാനില്ല. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത്, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ കറക്റ്റ് ആണെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? n = k എന്ന് പറയുന്ന കേസിൽ ഒരു നാച്ചുറൽ നമ്പറിന് ആ റിസൾട്ട് എന്താണെന്ന് കറക്റ്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്തിട്ട് അതിന്റെ തൊട്ടടുത്ത നാച്ചുറൽ നമ്പറിൽ നമ്മളത് കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? റിസൾട്ട് എല്ലാ നാച്ചുറൽ നമ്പറിലും വാലിഡ് ആയി. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒന്നുമില്ല, ഇതുപോലത്തെ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമല്ല, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഈ 3 ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കുറച്ചത് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ക്ലാസ് എടുക്കുമ്പോഴേക്ക് വേർത്ത് നിങ്ങൾ കാണിക്കുന്ന ആ വീഡിയോയിൽ ഭയങ്കര വേർത്തിട്ട് എന്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ എടുത്തിട്ട് വേഗം എന്ത് ചെയ്യാൻ ഒഴിവായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ ലെങ്തി ആയ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. പക്ഷെ ലെങ്തി ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീഡിയോയിലുള്ള കാര്യങ്ങൾ മിനിമം കണ്ടിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ആ ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് അത്രയും സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗങ്ങൾ കാര്യങ്ങൾ നല്ല എഴുതിയെടുക്കണമെന്നില്ല, കേട്ട് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയേണ്ടത് പ്രോബ്ലങ്ങൾ വരുന്ന സമയത്ത് ചെയ്യും. ഓക്കെ, അപ്പോൾ 3 ചാപ്റ്റർ അല്ല 4 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1, 2, 3 ഒരു വീഡിയോ ആയി. ഒരു 3 വീഡിയോ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ഏകദേശം +1 ടോപ്പിക്കുകൾ തീർക്കും. ഓക്കെ, ഇനിയുള്ളത് +2 ആണ്. +2 കോമൺ ആയിട്ട് വരുന്നതാണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ് ഉടനെ എന്ത് ചെയ്യാറുണ്ട്? കോംപ്ലിമെന്ററി മാത്സ് അതിന്റെ പാരലൽ ആയിട്ട് തന്നെ
MSc മാത്സിന് വേണ്ടുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചിലരൊക്കെ എന്നോട് കോംപ്ലക്സ് അനാലിസിസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കോംപ്ലക്സ് അനാലിസിന്റെ ചില ഭാഗങ്ങൾ. ചിലപ്പോൾ അത് നെക്സ്റ്റ് ഡേയിൽ തന്നെ എന്ത് ചെയ്യും, കോംപ്ലക്സ് അനാലിസിന്റെ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, മനസ്സിലുണ്ട്. കോംപ്ലക്സ് അനാലിസിസ്, കോംപ്ലക്സിന്റെ ഡിഗ്രി MSc മാത്സുകാർക്കാണ് കോംപ്ലക്സിലെ പല കാര്യങ്ങളും പറയാനുണ്ട്. കോംപ്ലക്സിന്റെ nth റൂട്ട് ഓഫ് യൂണിറ്റി, അതുപോലെ എന്താണ് അനലിറ്റിക് ഫംഗ്ഷൻസ്, അതുപോലെ കോഷി റീമാൻ ഇക്വേഷൻ, കോഷി ഇന്റഗ്രൽ തിയറം, കോഷി ഇന്റഗ്രൽ ഫോർമുല, അതുപോലെ എന്താ റെസിഡ്യൂ ഉണ്ട്, സിംഗുലാരിറ്റീസ് ഉണ്ട്, അതുപോലെ ടൈലർ സീരീസ് ഉണ്ട്, പവർ സീരീസ് ഉണ്ട്, മക്ലോറിൻ സീരീസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ നല്ല നീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഡൗട്ടുള്ള ഭാഗങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി, ആ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ളത് ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് എക്സാമിന് മുന്നേ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും തീർച്ചയായും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ബാക്കിയുള്ള ഭാഗം